എന്നാലും നമ്മളിപ്പോൾ ഒരു 5 പിടിച്ചില്ലേ? 1/2 കിലോ മൈദറ്റി കുറച്ചൊരു മതി. ബിരിയാണി ആട്ടിയാണ് ഇത്, കുറച്ച് ബിരിയാണി ആട്ടി ഇത് മാറ്റാനായി ഇതൊന്ന് ഊറി നിൽക്കുക. വെറുതെ അവിടെ കൊണ്ടേ മേലെ മീനിനെ പിടുത്തക്കാരൻ മീൻ മാറ്റണം എന്നറിയാം. അങ്ങനെ കയറിയത് മതി. ചെറുതാണടാ കിട്ടുന്നില്ല. ഇവിടെ പോയാ മീനെ കിട്ടുന്നില്ല. അപ്പോൾ വെള്ളം ഒഴിവാക്കണം. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിട്ടോ. വീട്ടിലെ ചെമ്പട്ടി എടുത്ത് കണ്ട് കിട്ടിയാ നോട്ടെ. നമുക്കേ അപ്പോഴോ ഞാൻ വെച്ച പാത്തന മീൻ കയറുന്നുണ്ട്. എപ്പറ്റി ഓട്ടണ്ടോ? എന്താ മീൻ അതിലൂടെ പോകണ്ടോ? അടിവാക്ക് ഓട്ടണ്ട് വീട്ടിലുള്ള മീൻ. ആ ഉദ്ദേശിച്ചൊരു ബന്ധമില്ലല്ലോ. ഇന്നലെ ചോറ് ഇറച്ചി ഉണ്ടായി ചെമ്പട്ടിയാണ്. ഇന്നലെ ഇറച്ചി മീൻ കളിക്കും. ആ തൂളിയേക്കാറേ ക്ലാസിക് ആയങ്ങളിലേക്ക് പോവാണ്. അതാ വരണത് മീനായിട്ട് 4-5 5 കുടിക്കുന്നത്. അതിൽ എണ്ണീട്ടുണ്ട്, ക്ലിയർ ആയി കിട്ടിയിട്ടില്ല. വലുപ്പമില്ല എന്നാ പറഞ്ഞത്. നോക്കാം. ചെമ്പട്ടിയിട്ട് വരുന്നുണ്ട്. നല്ലല്ലേ വീ
മൂന്നെണ്ണമായി, നാലെണ്ണമായി. ഇനിണ്ടാ ആണ്ട് ഒന്നുകൂടി ഉണ്ട്, 5 എണ്ണമായി. ഇനിണ്ടാ 6 എണ്ണമായി. ബിരിയാണീൻ്റെ പാത്രം കേക്കിക്കാണ്ട് ആ മണം കിട്ടാൻ, ആർക്കേജിൻ്റെ മണം കിട്ടാൻ. ആർക്കേജ് ഇട്ടണോ ഇല്ല എന്നുള്ളത് പണ്ടായിരിക്കും അറിയുള്ളൂ. ആർക്കേജ് ഒന്നും ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞത്. മൈദ കലക്കണതാ. മീനിനെ പിടിക്കാൻ വരുമ്പോൾ വേണ്ട സാധനങ്ങൾ കേട്ടോ. വത്തക്ക, ഒരു ബോട്ടിൽ വെള്ളം, പിന്നെ എന്തെങ്കിലും എണ്ണക്കട, എന്തെങ്കിലും മൈദ, 10 കിലോൻ്റെ കീസ്, പിന്നെ ബിരിയാണി, പാർലേജിൻ്റെ ബിസ്ക്കറ്റ്, ഡാൽഡ. ഇപ്പം നാട്ടിലൊന്നും കിട്ടാനില്ല എന്ത് ബിസ്ക്കറ്റ്, പാർലേജിൻ്റെ ബിസ്ക്കറ്റ് ഈ മീനിനെ പിടുത്തക്കാരെ കൊണ്ട് പോണ്. മസാല ഒക്കെ കളിക്കേണ്ടതാ പോണ ആള്. കുറച്ച് ആഴത്തേക്ക് വെച്ചോക്കിയാ ടൗസർ നമുക്ക് നോക്കണ്ട കേട്ടോ. ആരും അത് കയറി നോക്കണ്ട. ഷെഡിൻ്റെ അടിയിൽ അനല്ലേ കേറാൻ തുടങ്ങിയതറിയാം. അതാ പറഞ്ഞത് വെളിച്ചം കുറഞ്ഞു. വെളിച്ചം കുറഞ്ഞപ്പോഴല്ലേ കിട്ടിയത്. ആ സ്പോട്ട് നല്ല സ്പോട്ടാ. നിന്റെ സ്പോട്ടാണ്. എന്നാ മുജീബാക്ക കാണിച്ചു കൊടുക്കണ്ട കേട്ടോ. ചാടല്ല കേട്ടോ, ചാടുണ്ട് കേട്ടോ. വല്ലാത്തൊരു ആരാണ് ഈ മീനെ പിടിക്കാൻ പോകാറ്. നാട്ടിലുള്ള ചില ആൾക്കാരൊക്കെ പറയും എന്ത് 150 ഉറുപ്പ്യല്ലുള്ള മാലാനെ അവിടെ പോയി തട്ടുമ്പോൾ വാങ്ങിക്കൂടെ, വണ്ടിയിൽ പെട്രോൾ അടിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അതൊരു വേറെ കേട്ടോ. മീൻ ഇവിടെ വന്നിട്ട് പിടിച്ചുകൊണ്ടുള്ള മീൻ ഉണ്ടല്ലോ, ഇങ്ങനെ ഫ്രഷ്, അതൊരു വേറെ തന്നെയാണ്. മീനിനെ പിടിക്കാൻ പോകാറിനാൽ തന്നെ ഒരു രസമാണ്. അടുത്ത കൂട്ടുന്നത് ഡാൽഡേനകത്തേക്കും. ഏതാ അതിൻ്റെ പേരെത്താ? ഇനി ഏതായിക്കോട്ടെ. ആ, ലിബർട്ടിയാണ് മീനിനെ പിടിക്കാൻ ഏറ്റവും നല്ലതെന്നാണ് റാസിക്ക് പറഞ്ഞത്. ഇനി മൈദ ഇടക്കിടക്ക് ഇങ്ങനെ മസാല കൂട്ടിട്ടോ. മൈദ റാസിക്ക് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ഇനി മൈദ ഉണ്ടാവില്ല. വാങ്ങിക്കൊണ്ടുവരാം. റാസിക്ക് പട്ടിണി എടുത്ത് നല്ല തീറ്റ കൊടുക്കുന്നുണ്ട്. തീറ്റ കൊടുത്ത് കണ്ട മീനെ പിടിക്കണം കേട്ടോ. അത് വേണം നമ്മൾ ശ്രദ്ധിക്കാം. പറ്റിക്കണില്ല. തീറ്റ കൊടുത്ത് കണ്ടാണ് മീനെ പിടിക്കാൻ പോണത്. നോക്ക്, ചിറി കണ്ടില്ല അവൻ്റെ റാസിക്കിൻ്റെ ചിറി. അത് മീനിനെ പിടിച്ച് വരുന്ന ചിറിയാണ് കേട്ടോ. ആ ചിരി കണ്ടാൽ അറിയാം നല്ല മീനുണ്ടെന്ന്. ഓൻ്റെ ചിരി തന്നെ നല്ല ആകുള്ള ചിരി. ഫറൂഖ് ഉപ്പാൻ്റെ സ്വതല കണ്ടോട്ടെ, എന്താ ഭംഗിയാണത്. ഒരു അരമണിക്കൂറുടെ കഴിഞ്ഞ അസ്തമയ കേട്ടോ. റാസിക്ക് വീണ്ടും വള്ളത്തിൽ തന്നെയാണ്. വള്ളത്തിൽ നിന്ന് കയറില്ല, കടൽക്കാക്കയാണ്. നമുക്ക് കിട്ടുന്ന ഒരിക്കൽ ഒന്ന് പൂച്ചക്കും കൊടുക്കാന്ന് വിചാരിച്ചു.
പൂച്ചക്കൊന്ന് കൊടുക്കാം. എന്നാ കഴിച്ചോ മാലാൻ ബിരിയാണി. പോലടി ഇത് കഴിച്ചോ. എന്നാ ഓളായിട്ട് പോണതാ. ആ പോണോളാ.